കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ജാവയാണ്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇഫ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വി വിൽ ഹാവ് ടു നോ വാട്ട് ഈസ് എ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, എന്നിട്ട് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റായ ഇഫിനെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കുകയും ചെയ്യാം. സോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോയിനെ ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വച്ചിട്ടാണ് നമ്മളുടെ പ്രോഗ്രാം എങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട്, അതായത് ഏതെങ്കിലും ഒരു വേയിലൂടെ മാത്രം പോകണം, ഡയറക്റ്റ്ലി ഒരു സ്റ്റെപ്പ് കഴിഞ്ഞടുത്തത് അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞടുത്തത് എന്നുള്ളതിന് മാറിയിട്ട് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒന്നെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 3 കാറ്റഗറീസ്? 3 തരം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷനിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ആ കണ്ടീഷൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ പാത്ത് ചൂസ് ചെയ്യുന്നത്. ഒരു പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പാത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി അടുത്തത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പറ്റീഷൻ ആണ്. ഐട്രേഷൻ എന്ന് പറയുന്നത് തന്നെ റെപ്പറ്റീഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് 1 or more സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ വി ഹാവ് എ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ചില വേം ഹോൾ സെറ്റ് ചെയ്യാം. അതായത് ഒരു പ്ലേസിൽ നിന്ന് വി ക്യാൻ മൂവ് ഇൻ ടു അനദർ പ്ലേസ്. അങ്ങനെ പോകുന്ന നോൺ ലീനിയർ ഫാഷനായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ മാറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് 3 നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ് അതനുസരിച്ച് ഒരു പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പാത്ത് ചൂസ് ചെയ്യുന്നത് ആ കണ്ടീഷൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും. ആ റിസൾട്ട് അറിയണമെങ്കിൽ റൺ ടൈമിൽ മാത്രമേ, അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഒരു റൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും നമ്മളുടെ പാത്ത് സെലക്ട് ചെയ്യുന്നത്. ജാവയിൽ മെയിനായിട്ട് 2 സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ഇഫ് ആൻഡ് സ്വിച്ച്. ഇഫാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്വിച്ച് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ആ ഒരു കണ്ടീഷൻ്റെ ബേസിസിൽ നമ്മളൊരു ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കിടക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ഇതൊരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ, ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ ആണ് എങ്കിൽ നമ്മൾ ഈ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ദി കണ്ടീഷൻ ഇസ് ട്രൂ, ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഇത് ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദിസ് ഇസ് ഫോൾസ് ആയിരുന്നു എങ്കിൽ, ഇത് ഫോൾസ് ആണ് എങ്കിൽ വി വിൽ നോട്ട് എക്സിക്യൂട്ട് ദിസ് ബ്ലോക്ക്. ഈ ബ്ലോക്കിൻ്റെ പുറത്ത് വന്ന് ഇവിടെ എന്താണോ കിടക്കുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ആകും. ഫോൾസ് ആണ് എങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ആകുകയില്ല. അതിനെ ഇഗ്നോർ ചെയ്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യും.
ഇതാണ് ബേസിക് ഓർ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. സാമ്പിൾ പ്രോഗ്രാം നമ്മുടെ ക്ലാസ്സിൻ്റെ പേരാണ് സാമ്പിൾ. നമ്മുടെ മെയിൻ ആണ് ഈ കിടക്കുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS. മെയിനിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലൊരു വേരിയബിൾ ഉണ്ട്, എ എന്ന് പറയുന്ന വേരിയബിൾ. എൻ്റെ അകത്ത് ഉള്ളത് 5 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, സോ ഇവിടെ നമ്മളൊരു റിലേഷണൽ ഓപ്പറേറ്ററായ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്തിരിക്കുകയാണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ബൂളിയൻ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് 5 ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ലയോ. ഇത് ട്രൂ ആണ് എങ്കിൽ നമ്മൾ എ ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇത് ഫോൾസ് ആണ് എങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ബ്ലോക്ക് ചെയ്യില്ല, ഇതിൻ്റെ പുറത്ത് ഇവിടേക്ക് വരും. ഇതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 5 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യും? എ ഒരു പോസിറ്റീവ് നമ്പറാണ്, എ ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ അകത്ത് -5 എന്നായിരുന്നു എങ്കിൽ -5 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ എ ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് നമുക്ക് ഒരിക്കലും പ്രിൻ്റ് ചെയ്യില്ലായിരുന്നു. നമ്മുടെ ബ്ലാങ്ക് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ബിക്കോസ് ഈ ഒരു ഇഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഇഫ് കഴിയുമ്പോൾ നമുക്ക് ഒരു system.out.println ഉണ്ട്. ഇവിടെ എ ഈസ് നെഗറ്റീവ് എന്നുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ എ നെഗറ്റീവ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നതിനെ. ഇവിടെ ഇപ്പോൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഒന്നും പ്രിൻ്റ് ആവില്ല. ഇപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഇഫാണിത്. ഇഫിൻ്റെ അകത്തൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വി വിൽ എക്സിക്യൂട്ട് ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക്. അതല്ല എൽസ് ഇറ്റ് ഈസ് ഫോൾസ് ആണ് എങ്കിൽ വി വിൽ ഇഗ്നോർ ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക്. ഇനി അടുത്തത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ ഒരു ഇഫ് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കണ്ടീഷൻ ഫോൾസ് ആണ് എങ്കിൽ, അതായത് -5 ആയിരുന്നു എൻ്റെ എൻ്റെ അകത്തുള്ള വാല്യൂ എങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഉള്ളൊരു ആകെ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് കഴിഞ്ഞ് വരുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിനെ എക്സിക്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇഫ് കഴിഞ്ഞ് നമുക്ക് പിന്നെയും കുറേ അതിൻ്റെ അത് ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ വി നീഡ് ആൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇഫ് ഇതൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം. ഇവിടെ വി ക്യാൻ ഹാവ് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ബ്ലോക്ക് കഴിയുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായി തൊട്ട് അടുത്ത് വരേണ്ടത് എൽസ് എന്നാണ്. ഈ എൽസ് കണ്ടു കഴിഞ്ഞാൽ വി വിൽ നോ ദാറ്റ് ഈ ഇഫിൻ്റെ ആണ് ഈ എൽസ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ കണ്ടീഷൻ ഫോൾസ് ആണ് എങ്കിൽ നമ്മൾ ഈ എൽസിലേക്ക് വരുന്നു. ട്രൂ ആണ് എങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്ന ഈ ബ്ലോക്കിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോൾസ് ആണെങ്കിൽ മാത്രം എൽസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് എങ്കിൽ നമുക്ക് കേളി ബ്രാക്കറ്റ് ആവശ്യമില്ല. സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിന് കേളി ബ്രാക്കറ്റ് വേണമെന്നില്ല. ഇവിടെ കേളി ബ്രാക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒറ്റക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ എങ്കിൽ, മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 കൂടി ഉണ്ടായിരുന്നു എങ്കിൽ ഇത് റോങ് ആവും. ഈ ഇഫിൻ്റെ അകത്ത് കേളി ബ്രാക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രമേ കേളി ബ്രാക്കറ്റ് ഇല്ലാണ്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വി നീഡ് എ കേളി ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക തന്നെ വേണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ എങ്കിൽ നമുക്ക് കേളി ബ്രാക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കണം. ആ ബൂളിയൻ വാല്യൂവിൻ്റെ റിസൾട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഈ എൽസ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. ഇഫിൻ്റെ കൂടെ എൽസ് വേണമെന്ന് നിർബന്ധം ഇല്ല. ഇഫ് എൽസ് എന്നുള്ളത് കമ്പൽസറി അല്ല. ഒരു ഇഫ് ഉണ്ട് എങ്കിൽ എൽസ് വേണം എന്നുള്ളത് നിർബന്ധമില്ല.
പക്ഷേ ഒരു എൽസ് ഉണ്ട് എങ്കിൽ ദാറ്റ് മീൻസ് ആൻഡ് എൽസ് കനോട്ട് സ്റ്റേ ഇൻഡിപെൻഡൻ്റ്ലി. എൽസ് ഉണ്ട് എങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടുത്തെ റൂള്. എൽസ് ഉണ്ട് മീൻസ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദിസ് ഇസ് അബൌട്ട് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇഫ് എൽസിൻ്റെ വർക്കിംഗ് ഈസ് ലൈക്ക് ദിസ്. ആ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ചെയ്യും, അത് ഫോൾസ് ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ചെയ്യും. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് സാമ്പിൾ. അതിൻ്റെ അകത്ത് മെയിൻ ഉണ്ട്, 2 വേരിയബിൾസ്. എയിൻ്റെ അകത്ത് 5 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, ബീൻ്റെ അകത്ത് 3 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. നമ്മുടെ കണ്ടീഷൻ ഇസ് എ ലെസ് ദാൻ ബി ആണോ, ദാറ്റ് ഈസ് 5 ലെസ് ദാൻ 3 ആണോ. ദിസ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫോൾസ് ആണ്. സോ ഇത് ട്രൂ ആയിരുന്നു എങ്കിൽ എ 0 ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് ഫോൾസ് ആയതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യും. നമ്മൾ നേരെ ഇത് കഴിഞ്ഞ് നേരെ കാണുന്നത് ഒരു എൽസ് ആണ്. സോ എൽസ് ഇതിൻ്റെയാണ്, ഈ ഇഫിൻ്റെ ആണ്. സോ ഈ എൽസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ആണ് എങ്കിൽ ബീനെ 0 ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ബീനെ 0 ആക്കി. സോ നമ്മൾ ഇനി എയിൻ്റെ അകത്ത് ഇപ്പോൾ 5 ഉണ്ട്, ബീൻ്റെ അകത്ത് 0 ഉണ്ട്. സോ നമ്മൾ എയിനെയും ബീനെയും പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എയിൽ 5 വന്നു, ബിയിൽ 0 വന്നു. ദിസ് ഈസ് ഹൗ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക്സ്. നൗ this if a statement can be controlled using a boolean variable. ഇപ്പോൾ ഒരു ബൂളിയൻ വേരിയബിൾ മാത്രം മതി ശരിക്കും. ഇതിൻ്റെ അത് കണ്ടീഷൻ ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, ഒരു ബൂളിയൻ വേരിയബിൾ ആയാലും മതി. ഇപ്പോൾ ഇവിടെ ബൂളിയൻ ഡാറ്റ അവൈലബിൾ എന്ന് പറയുന്ന ഒരു ബൂളിയൻ വേരിയബിൾ ആണ്. ഇപ്പോൾ ഡാറ്റ അവൈലബിൾ ഈക്വൽ ടു ട്രൂ ഓർ ഫോൾസ് എന്നുണ്ട് എങ്കിൽ ഇഫ് ഡാറ്റ അവൈലബിൾ മീൻസ് ഇഫ് ഡാറ്റ അവൈലബിൾ ഇസ് ട്രൂ എന്നാണ് അതിൻ്റെ മീനിങ്. ട്രൂ ആണ് എങ്കിൽ സം ഫങ്ഷനെ നമ്മൾ വിളിക്കുന്നു, എൽസ് ആണ് എങ്കിൽ സം അതർ ഫങ്ഷനെ നമ്മൾ വിളിക്കുന്നു. സോ ദിസ് ക്യാൻ ബി ഓൾസോ ഡൺ. നമ്മളൊരു റിലേഷണൽ എക്സ്പ്രഷൻ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നെ കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി എ ബൂളിയൻ വേരിയബിൾ ഓൾസോ. നെക്സ്റ്റ് വി ക്യാൻ ഹാവ് എ നെസ്റ്റഡ് ഇഫ്. അതായത് ഒരു ഇഫിൻ്റെ ഉള്ളിൽ വി ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ ആകെ ഒരേ ഒരു റൂളേ ഉള്ളൂ. ഇഫ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ സ്റ്റേ എലോൺ. ഇഫ് ക്യാൻ സ്റ്റേ എലോൺ ബട്ട് എൽസ് കനോട്ട്. എൽസിന് തന്നെ നിൽക്കാനുള്ള കഴിവില്ല. എൽസ് ഷുഡ് ബി always referring to the nearest if statement that is written within the same block as the else that is not already associated with an else. ഇപ്പോൾ നമ്മളുടെ ഒരു എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റായി കിടക്കുന്ന ഇഫിലേക്കായിരിക്കും അത് അസോസിയേറ്റ് ചെയ്യുന്നത്. ആ ഇഫ് വേറൊന്നുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കുകയും പാടില്ല. അങ്ങനെയുള്ള ഒരു ഇഫിലേക്കായിരിക്കും എൽസ് അസോസിയേറ്റ് ചെയ്യുന്നത്. തന്നെ നിൽക്കുന്ന ഇഫ് ഉണ്ടാകാം. അതായത് ഇഫ് ഐ സേ ഇഫ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്ക് ഇവിടെ തീർന്നു. ഇഫ് ഐ റൈറ്റ് സംതിങ് എ ഈക്വൽ ടു 10 എന്ന് എഴുതിയിട്ട് എൽസ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇഫ് തന്നെയാണെന്ന് വിചാരിക്കും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ട് ദി കമ്പൈലർ ഇസ് എക്സ്പെക്റ്റിംഗ് ഇസ് ഈ കേളി ബ്രാക്കറ്റ് കഴിയുമ്പോൾ ഒരു എൽസ് ആണ് കമ്പൈലർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ്ലി അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് എ ഈക്വൽ ടു 10 എന്നാണ് കണ്ടത്. സോ കമ്പൈലർ വിചാരിക്കും ഈ ഇഫ് തന്നെ നിൽക്കുന്ന ഒരു ഇഫാണ് എന്ന് വിചാരിക്കും. നെക്സ്റ്റ് എ ഈക്വൽ ടു 10 കഴിഞ്ഞ് ഒരു എൽസ് കണ്ടു കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിക്കോസ് ആ എൽസിന് തൊട്ട് മുമ്പിൽ ഒരു ഇഫ് ഇല്ല. അതിന് മുമ്പിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ ഈക്വൽ ടു 10 എന്നാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഗിവ് എസ് ആൻ എറർ. ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ഇഫ് കഴിഞ്ഞ് ആ ഇഫിൻ്റെ തന്നെ എൽസ് ആണ് എങ്കിൽ അതിൻ്റെ കേളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി എൽസ് എന്നായിരിക്കണം. അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഇഫ് ആണ് എങ്കിൽ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈൻ ഷുഡ് ബി എൽസ് എന്ന് ആയിരിക്കണം. അതല്ല എങ്കിൽ വി കാൺട്ട് അസോസിയേറ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഇഫ്. സോ ഇവിടെ വി ഹാവ് എ കോഡ് സെഗ്മെൻറ്റ്. ഇവിടെ ഐ എന്ന് പറയുന്നത് 10 ആണോ എന്ന്, ഐ ഈക്വൽ ടു 10 ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് ഇഫ് ഐ ഈസ് 10, ഇതിൻ്റെ അകത്ത് 2 ഇഫ് ഉണ്ട്. ഇഫ് ജെ ലെസ് ദാൻ 20 ആണെങ്കിൽ എ ഈക്വൽ ടു ബി, കെ ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ സി ഈക്വൽ ടു ഡി.
ഇവിടെ ഒരു എൽസ് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ഈ എൽസ് ഇതിന് തൊട്ട് മുകളിലുള്ള ഇഫ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഇഫ് ആരാണെന്ന് നോക്കും. സോ ഈ സെയിം ബ്ലോക്കിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഇഫിലേക്ക് അത് അസോസിയേറ്റ് ചെയ്യില്ല, ബിക്കോസ് ഇത് കിടക്കുന്നത് ഈ എൽസ് കിടക്കുന്നത് ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ പുറത്തേക്ക് അത് അസോസിയേറ്റ് ചെയ്യാൻ അതിന് അറിഞ്ഞുകൂടാ. സോ ഇത് ഈ ഇഫിലേക്കായിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത്, നോട്ട് ടു ദിസ് ഇഫ് ഓർ നോട്ട് ടു ദിസ് ഇഫ്. ഇതും ചെയ്യില്ല, ഇതും ചെയ്യില്ല. ഈ ഇഫിലേക്കായിരിക്കും അത് അസോസിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സെയിം ബ്ലോക്കിൽ കിടക്കുന്ന തന്നെ ഇരിക്കുന്ന ഒരു ഇഫിലേക്കായിരിക്കും അത് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എൽസ് ഉണ്ട്. ഈ എൽസ് എന്ന് പറയുന്നത് ഈ ഇഫിൻ്റെ ബ്രാക്കറ്റ്സ് തീർന്നു കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ സ്വാഭാവികമായും ഈ എൽസ് എന്ന് പറയുന്നത് ഈ ഇഫിൻ്റെ ആണ്. ദിസ് ഈസ് ഹൗ നമ്മുടെ ഇഫ് എൽസ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദെൻ വി ക്യാൻ ഹാവ് എൻ ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ എൽസ് ഇഫ് കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് ഫൈനൽ ഈ കണ്ടീഷൻസ് ഒന്നും ട്രൂ അല്ല എങ്കിൽ, ഇഫ് ഓൾ ദീസ് കണ്ടീഷൻസ് ആർ ഫാൾസ് ആണ് എങ്കിൽ, ഫാൾസ് എല്ലാ കണ്ടീഷനും ഫാൾസ് ആണ് എങ്കിൽ വി വിൽ എക്സിക്യൂട്ട് ദിസ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഇവിടെ ഇപ്പോൾ സേ ഈ കണ്ടീഷൻ ട്രൂ ആണ്, ദിസ് മേ ഓൾസോ ബി ട്രൂ ആണ് എന്നിരിക്കട്ടെ. ബട്ട് വാട്ട് ഹാപ്പൻ ഇസ് കമ്പൈലർ ആദ്യം ഇവിടെ നോക്കും, ദിസ് ഇസ് ഫാൾസ്. സോ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ. ഇത് ട്രൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇഫ് എന്ന് പറയുന്നത് ഇവിടെ വച്ച് എക്സിക്യൂട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് വരും. പിന്നെ ഇതിൻ്റെ താഴത്തെ എത്ര ട്രൂ ഉണ്ടോ എങ്കിലും ഇറ്റ് ഡസൻ മാറ്റർ ഫോർ എസ്. നമ്മൾ ഇത് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ ആ ഫസ്റ്റ് ട്രൂ കണ്ടീഷനെയാണ് ഇഫ് എൽസ് ഇഫ് ലാഡറിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ ഓഫ് ഇഫ് എൽസ്. സോ ഇവിടെ മന്ത് എന്ന് പറയുന്ന 4 കൊടുത്തിട്ടുണ്ട്. മന്ത് എന്ന് പറയുന്നത് 12, 1 or 2 ആണ് എങ്കിൽ, മന്ത് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്, അതിൻ്റെ അകത്തെ വാല്യൂ എന്ന് പറയുന്നത് 12, 1 or 2 ആണ് എങ്കിൽ സീസൺ ഇസ് വിൻ്റർ എന്ന് പ്രിൻറ്റ് ചെയ്യും. സീസൺ ഈക്വൽ ടു വിൻ്റർ എന്ന വാല്യൂ സെറ്റ് ചെയ്യും. സീസൺ ഇസ് എ സ്ട്രിങ് വേരിയബിൾ. മന്ത് 3 or ഇത് ഓർ ആണ്. ദിസ് ഇസ് എ ലോജിക്കൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ, ഐദർ ദിസ് ഇസ് ട്രൂ, ഏതെങ്കിലും ഒരെണ്ണം 1 വരികയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം 1 വന്നാൽ മതി, 100 ഓർ 010 എനിത്തിങ്. ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം 1 ആണ് എങ്കിൽ വി വിൽ എക്സിക്യൂട്ട് ദാറ്റ്. 3ഉം 0 ആണെങ്കിൽ ഫോൾസ്, ബാക്കിയുള്ളതെല്ലാം ട്രൂ. അതാണ് ലോജിക്കൽ ഓർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ. ഇവിടെ 3 or 4 or 5 ആണ് എങ്കിൽ സ്പ്രിങ്, 6 or 7 or 8 ആണ് എങ്കിൽ സമ്മർ, 9, 10 or 11 ആണെങ്കിൽ ഓട്ടം ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ബോഗസ് മന്ത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള മന്ത് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. സോ ഏപ്രിൽ മന്ത് 4 ആണ്. 4 മീൻസ് ഇവിടെയാണ് 4 ട്രൂ ആയി, ബാക്കിയുള്ള എല്ലാം ഫോൾസ് ആണ്. സോ ദിസ് ഇസ് ട്രൂ. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. സോ വി വിൽ പ്രിൻറ്റ് ഇറ്റ് ആസ് സ്പ്രിങ് എന്ന് പ്രിൻറ്റ് ചെയ്തു. ഏപ്രിൽ ഇസ് ദ സ്പ്രിങ് എന്ന് നമുക്ക് കിട്ടി. ദിസ് ഇസ് ഹൗ നമ്മുടെ ഇഫ് എൽസ് ഇഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. സോ that's all for now. Next video we will discuss about switch statements. Thank you.